തിരുവനന്തപുരത്ത് ഭർത്താവ് ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഇന്ന് രാവിലെ നാവായിക്കുളം വെള്ളൂരിലാണ് സംഭവം. ഭാര്യയുടെ തലക്കടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചായിരുന്നു ആക്രമണം. കൈപ്പോത്തുകോണം സ്വദേശി ബിനുവാണ് ഭാര്യയോട് ക്രൂരത കാട്ടിയത്. അക്രമത്തിൽ ഭാര്യ മുനീശ്വരിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റു. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നു. മാനസ, ഒരുപക്ഷെ വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരത, തലക്കടിച്ചതിന് ശേഷം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. എന്താണ് ഇതിനിടയാക്കിയത്? എന്താണ് പോലീസ് പറയുന്നത്? ഇവരുടെ മക്കൾ, കുടുംബം എങ്ങനെയാണ്? പോലെ തന്നെ ഇന്ന് രാവിലെയായിരുന്നു നാവായിക്കുളം വെള്ളൂരിൽ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. ഭാര്യയെ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഭാര്യയുടെ തലക്കാണ് ആദ്യം അടിച്ചത്. പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വെള്ളൂർക്കോണം കശുവണ്ടി ഫാക്ടറിക്ക് സമീപം കൈപ്പോത്തുകോണം ലക്ഷ്മി നിവാസിൽ ബിനുവാണ് ഭാര്യയോട് ഇത്രയ്ക്കും ക്രൂരത കാട്ടിയത്. അക്രമത്തിൽ ഭാര്യ മുനീശ്വരിക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ തലയ്ക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു എന്നതാണ് അറിയുന്നത്. നിലവിൽ ഈ ഗുരുതര പരിക്കേറ്റ മുനീശ്വരി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർ തമ്മിലുണ്ടായ ഈ ഒരു അക്രമത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ കുടുംബ വഴക്കോ മറ്റോ ആയിരിക്കാമെന്ന പ്രാഥമിക നിഗമനം മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും സംഭവ സ്ഥലത്ത് നിന്നും ബിനു ഇതിന് പിന്നാലെ കടന്നു കളഞ്ഞു എന്നതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഭർത്താവ് ബിനുവിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും ബിനുവിനെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കല്ലമ്പലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും ചികിത്സയിൽ ഭാര്യ മുനീശ്വരി തുടരുകയും അതോടൊപ്പം തന്നെ ഇയാൾക്കായുള്ള, അതായത് പ്രതി ബിനുവിനായുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി, മാനസയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.